ഹായ് വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. NCET എക്സാം എഴുതിയിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നാണ് നമ്മുടെ റിസൾട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും സ്കോർ കാർഡ് ലഭിച്ചിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളുടെ പേഴ്സൻറ്റേജിൽ അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ മാർക്ക് വെച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് പേഴ്സൻറ്റേജിലാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ ഇതൊക്കെ നോർമലൈസ് ചെയ്തിട്ടുള്ള, അതായത് പല ഷിഫ്റ്റുകളായിട്ട് 3 ദിവസമായിട്ടാണല്ലോ നമ്മുടെ എക്സാം നടന്നിട്ടുള്ളത്. സോ ഇതുകൊണ്ട് ഈ എല്ലാ ഷിഫ്റ്റുകളും എന്ത് ചെയ്തു, ഒരു നോർമലൈസ്ഡ് ആക്കി മാറ്റി എല്ലാവർക്കും ഒരു നോർമലൈസ്ഡ് മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മാർക്ക് വെച്ച് ഇനി എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റി കോളേജുകളിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളെ വിളിക്കുന്നു, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വെബിനാർ. അപ്പോൾ ഈ വെബിനാർ നടത്തുന്നത് ഏപ്രിൽ 8-ാം തീയതിയാണ്. ഏപ്രിൽ 8-ാം തീയതിയാണ്, മൺഡേ ആണ് നടക്കുന്നത്. സോ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ ദിവസം നമ്മുടെ വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അന്നേ ദിവസം നമ്മുടെ സൂമിലൂടെ നടക്കുന്ന വെബിനാറിൽ ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് ഉണ്ടാവുന്നത്, നമ്മൾ ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് കളക്ട് ചെയ്ത് വെക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടാവും. അതായത് സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്തിട്ട് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടാവും. അതായത് നമ്മൾ സ്കോർ കാർഡ് വന്നതിന് ശേഷം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ പോർട്ടൽ ഓപ്പൺ ചെയ്യും. ഈ പോർട്ടലിൽ കൂടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ NIT കാലിക്കറ്റിലാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ NIT കാലിക്കറ്റിൻ്റെ പോർട്ടലിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതേ സമയത്ത് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അതിൻ്റെ പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ സ്കോർ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് എവിടെയാണോ കിട്ടുന്നത് അതിൽ നിന്ന് നമുക്ക് എന്ത് പ്രിഫർ ചെയ്യാം, ഏത് സ്ഥലത്തേക്ക് പോകണം എന്നുള്ളത്. സോ മാർക്ക് കുറഞ്ഞവരെ സംബന്ധിച്ച് നമ്മൾ മാക്സിമം സ്ഥലങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. കാരണം ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്ര പേര് അപ്ലൈ ചെയ്തോ അവരിൽ നിന്നാണ് അവർ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ കേരള നമ്മുടെ കേരളത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി പെരിയ കാസർഗോഡ്, അവിടെ ഐടപ്പിൻ്റെ കോഴ്സിന് ആരൊക്കെയാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അവർ NCET എക്സാം എഴുതിയത് കൊണ്ട് മാത്രം അവിടെ അഡ്മിഷൻ ലഭിക്കില്ല. നിങ്ങൾ ഇനി ഈ സ്കോർ കാർഡ് ഉപയോഗിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അവിടെ അവരുടെ പോർട്ടലിൽ ഐടപ്പിന് അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങളെ അവിടുത്തെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുകയുള്ളൂ. സോ നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം, ആ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്യരുത്, ഡോക്യുമെൻ്റ് ശരിയാക്കാൻ പോരുത്. നേരത്തെ തന്നെ ചില ഡോക്യുമെൻറ്റുകളൊക്കെ ശരിയാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എത്ര കട്ട് ഓഫ് മാർക്സ് വേണം, പലരും കട്ട് ഓഫ് മാർക്സ് എത്ര വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വെബിനാറിലൂടെ കിട്ടും. നമുക്ക് കൃത്യമായ ഒരു കട്ട് ഓഫ് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഫീസ് നമുക്കറിയാം, IIT-കൾ NIT-കൾ അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അതുപോലെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ മികച്ച സ്ഥാപനങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ ഫീയും അവരുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവസാന സമയത്ത് ഇതൊന്നും മനസ്സിലാകാതെ നമ്മൾ അപ്ലൈ ചെയ്തു, മറ്റുള്ള സ്ഥലങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല, പിന്നെ അപ്ലൈ ചെയ്ത സ്ഥലത്ത് പോകാനും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നിരാശ, ഒരു 1 ഇയർ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളാണ്, ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് കോളേജ് ആണോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി നമ്മുടെ വെബിനാറിൽ പറയും. സോ അടുത്ത 8-ാം തീയതി അല്ലെ, തിങ്കളാഴ്ച രാത്രി നടക്കുന്ന വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താങ്ക് യു.